ഞാനിപ്പോൾ ഉള്ളത് എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്താണുള്ളത്. ഇവിടെ വർക്ക് കിടക്കുന്നത് നിങ്ങൾക്ക് കണ്ടറിയാം. അപ്പോൾ നമ്മളിവിടുന്ന് തഞ്ചാവൂർക്ക് പോകാൻ കേട്ടോ. നമ്മൾ എറണാകുളം കാരയ്ക്കൽ എക്സ്പ്രസ് അഥവാ ടീ ഗാർഡൻ എക്സ്പ്രസ്സിന് വരെ നമ്മൾ തഞ്ചാവൂർക്ക് പോകാൻ കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സമയം 8 മണിയായി. ഇവിടെ അൺറിസർവ്ഡ് ടിക്കറ്റ് കൗണ്ടർ നേരെയാണ് നമുക്ക് പോകേണ്ടത്. പ്ലാറ്റ്ഫോമിൽ വാതിക്ക് നേരെയാണ് പോകേണ്ടത്. എൻട്രൻസ് പ്ലാറ്റ്ഫോം ഇവിടെ ഇപ്പോൾ സ്റ്റേഷൻ്റെ വർക്കും തീർന്നിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ഇപ്പോൾ പ്ലാറ്റ്ഫോമിൻ്റെ എൻട്രൻസ് ഇവിടെ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ നേരെ കയറി ചേരുന്ന 1 നമ്പർ പ്ലാറ്റ്ഫോമിലേക്കാണ്. അവിടെ മരിസാഗർ എക്സ്പ്രസ് പുറപ്പെടാണ്ട് കിടക്കുന്നുണ്ട്. അജ്മീർ പോകുന്ന എത്ര പാൻട്രി കാറുണ്ട് ഈ കാണുന്നത്. അജ്മീർ പോകുന്ന മരിസാഗർ എക്സ്പ്രസിൻ്റെ പാൻട്രി കാറാണത്. നമ്മുടെ വണ്ടി 3ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് കേട്ടോ അനൗൺസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് 3ാമത്തെ പ്ലാറ്റ്ഫോമിലോട്ട് പോകാം. ഇവിടെ വന്നപ്പോഴത്തേക്ക് 2ാമത്തെ പ്ലാറ്റ്ഫോമിൽ എറണാകുളം കൊല്ലം മെമ്മോ ഇടപെട്ട് ആലപ്പുഴ വഴിയുള്ളത്. ഈ കാണുന്ന വണ്ടിയിലാണ് നമ്മൾ പോകുന്നത്. പ്ലാറ്റ്ഫോം 3 കിടന്നിട്ട് എറണാകുളം കാരയ്ക്കൽ എക്സ്പ്രസ്. അപ്പോൾ നമുക്ക് ഫ്രണ്ടിലത്തെ ജനറലിൽ കയറാം. ആയിരിക്കും നല്ലത്. ലോക്കോ കാണാമല്ലോ. ഇപ്പോൾ ഫ്രണ്ടിലത്തെ ജനറലിൻ്റെ ഭാഗത്തേക്ക് നടക്കുകയാണ്. അങ്ങോട്ടേക്ക് ആൾക്കാർ കുറവാണ് കേട്ടോ. പുറകിലത്തെ സൈഡിലേക്കാണ് ആൾക്കാർ കൂടുതലുള്ളത്. ഫ്രണ്ടിലത്തെ ജനറൽ കോച്ചിൽ കയറാം. അപ്പോൾ ലോക്കോ നമുക്ക് കാണാൻ പറ്റുമല്ലോ. ലോക്കോ നമുക്ക് നോക്കണമല്ലോ. അപ്പോൾ എനിക്ക് എറണാകുളത്ത് നിന്ന് തഞ്ചാവൂർ ഒരാൾക്ക് 175 രൂപയാണ് ജനറൽ ടിക്കറ്റാണ് പോകുന്നത്. പെട്ടെന്ന് പ്ലാൻ ചെയ്ത ട്രിപ്പായിട്ട് ജനറലാണ് അപ്പോൾ പോകുന്നത്. സ്ലീപ്പറൊന്നും ടിക്കറ്റ് കിട്ടിയില്ല. അപ്പോൾ 175 രൂപയാണ് ഒരാൾക്ക് എറണാകുളത്ത് നിന്ന് തഞ്ചാവൂർ വരെ. 496 കിലോമീറ്റർ ഉണ്ട് അവന്. ഞാൻ മറ്റേ ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റി പോയപ്പോഴും ഈ പ്രശ്നം പറഞ്ഞു. അത് പ്ലാറ്റ്ഫോമിൻ്റെ ഹൈറ്റ് വളരെ കുറവാണല്ലോ. 1ാമത്തെ പ്ലാറ്റ്ഫോമിന് മാത്രമേ ഹൈറ്റുള്ളൂ. ബാക്കിയൊന്നും ആലോചിച്ച് നോക്കിയത് ഇപ്പോഴും അത് റെഡിയാക്കിയിട്ടില്ലായിരുന്നു. നമുക്ക് കോച്ചിനകത്ത് കയറാം. കോച്ചിനകത്ത് കറണ്ടൊന്നും വന്നിട്ടില്ല. കറണ്ട് വന്നിട്ട് ഞാൻ കോച്ചിൻ്റെ ആകെ കാണിച്ചു തരാം കേട്ടോ. മൊത്തം ഇരുട്ടാം. ഇപ്പോൾ ഈ വണ്ടിക്ക് റേക്ക് ഷെയറിങ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് കോട്ടയത്ത് നിന്ന് എറണാകുളം ഒരു പാസഞ്ചറാണ്. 5 രൂപ എടുത്തിട്ട് എറണാകുളം വരുന്ന പാസഞ്ചറാണ്. ആ വരുന്ന വണ്ടിയാണ് എറണാകുളം കാരയ്ക്കലായിട്ട് പോകുന്നത് 10-25. കാരയ്ക്കൽ എത്തിയിട്ട് താമ്പരത്തേക്ക് ഒരു വണ്ടിയായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇത് നോർത്തേൺ റെയിലുള്ള ഒരു കോച്ചാണ്. 2013 മേടിച്ച ഒരു കോച്ചിലാണ് നമ്മൾ കയറിയിരിക്കുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കോച്ചാണ് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ ആ ഭാഗത്തുനിന്ന് ആരുമില്ല. അപ്പോൾ അവിടെ മരിസാഗർ പുറപ്പെടാനായിട്ട് ഇങ്ങനെ റെഡി ആയിട്ട് നിൽപ്പുണ്ടായിരുന്നു. ലോക്കോ ഒരു WAP7 ഈ ഭാഗത്തൊന്നും ഒറ്റ മനുഷ്യനും ഇല്ല കേട്ടോ. നോക്കി ഇത് ഏറ്റവും ഫ്രണ്ട് വശമാണ് എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ. ഇപ്പം ഞാൻ ഫുഡ് ഞാൻ വെറൈറ്റിക്ക് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ചപ്പാത്തിയും സാമ്പാറും ഇത് കഴിക്കാൻ. നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. വണ്ടി ലോക്കോ ഒന്നും അറ്റാച്ച് ചെയ്തിട്ടില്ല. ഇനിയും വണ്ടി പുറപ്പെട്ട ഒരു 1.5 മണിക്കൂർ എടുത്ത സമയമുണ്ട്. ലോക്കോ ഒന്നും ഇതുവരെയായിട്ടും വന്നിട്ടില്ല. നമ്മുടെ കോച്ചിൽ കറണ്ടും വന്നിട്ടില്ല. അതാണ് കോച്ചിനകത്ത് ഇരിക്കാത്തത്. നല്ല കൊതുകുണ്ട് അവിടെ. പ്ലാറ്റ്ഫോം 1 മൈസൂർ എക്സ്പ്രസ് വന്നിരിക്കുകയാണ്. മരിസാഗർ പോയിട്ട് നമ്മൾ ഫുഡ് കഴിച്ചിരുന്ന സമയത്ത് മരിസാഗർ പോവുകയും ചെയ്തു. അത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഈ വണ്ടിയെ പറ്റി പറയുകയാണെങ്കിൽ ഈ വണ്ടി ഒരു കോട്ടയം എറണാകുളം പാസഞ്ചറാണ്. വൈകിട്ട് 5 മൈസൂർ വണ്ടി വരുന്ന പുറപ്പെടുകയാണ്. അതിന് ഹോണാണ് അടിച്ചത്. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ ഈ വണ്ടി ഒരു കോട്ടയം നിന്ന് എറണാകുളം ഒരു പാസഞ്ചറിൻ്റെ ബൈക്കാണ്. എന്നിട്ട് എറണാകുളം നിന്ന് കാരയ്ക്കൽ പോകും. കാരയ്ക്കൽ നിന്ന് പിന്നെ നെയിം ബോർഡിലേക്ക് താമ്പരം പോകുന്നൊരു വണ്ടിയുടെ ഞാൻ കണ്ടു. അപ്പോൾ അങ്ങനെ വണ്ടി റേക്ക് ഷെയറിങ് വരുന്നത് കേട്ടോ. ഇപ്പോൾ മൈസൂർ എക്സ്പ്രസ് ഇവിടെ നിന്ന് പുറപ്പെട്ടിരിക്കുകയാണ്. അതിന് ജനറലൊക്കെ ഇടിച്ചൂത്തിയ ആളാണ്. ഭയങ്കര തിരക്കാണ് കേട്ടോ. കണ്ണൂരിൽ നിന്ന് എറണാകുളത്തേക്ക് ഇടുന്ന ഇൻ്റർസിറ്റിയാണ് കേട്ടോ. അത് ഓൺ ടൈം അടിച്ച് പ്ലാറ്റ്ഫോമിൽ വരുന്നത്. ഒരു അംഗം അവിടെ കഴിഞ്ഞുള്ളൂ. കാരണം അറിയാം ഇങ്ങനെ ഫുഡ് കഴിക്കാൻ പുറത്തറിയുന്നത്. കോച്ചിനകത്ത് കറണ്ട് വന്നില്ലായിരുന്നല്ലോ. അപ്പോൾ തിരിച്ചു വന്ന സമയത്ത് എൻ്റെ ബാഗ് കാണാനില്ല. പെട്ടെന്ന് എൻ്റെ ബാഗ് കാണാണ്ടായി. നോക്കിയപ്പോൾ ഒരു വെള്ളം അടിച്ചെടുത്താൽ പറ്റിച്ച പണി ഞാൻ കാണിക്കുന്നുണ്ട് വീട്ടിലത്. അവനെടുത്ത് ഒളിപ്പിച്ച് വെച്ചേക്കുന്നു. പിന്നെ ഞാൻ അവനും തമ്മിൽ കശവിശയായി. ലാസ്റ്റ് എന്താ പറയുക ഭയങ്കര ഇതായി പ്രശ്നമായി. അവനവിടെ കൊണ്ടുവന്നുണ്ട് ആൾക്കാർ പിടിച്ച്. ഇതാ പോണവനാണ്. അവനാണെങ്കിൽ എൻ്റെ അമ്മ പൂര വെള്ളമുണ്ടോ. ഭയങ്കര സ്മെല്ലാണ് വരുന്നത്. ഭയങ്കര ഇതായിട്ട് ഒരു മെനക്കെടുത്തലായിപ്പോൾ. അത്രയും ബാഗ് കണ്ടുപിടിച്ചുകൊണ്ട് കുഴപ്പമില്ല. ഒരു നിവൃത്തിയില്ലാത്ത ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്തിറങ്ങിയതല്ലേ. നമ്മൾ കോച്ചിനകത്ത് തന്നെ ഫുഡ് കഴിക്കത്തുള്ളായിരുന്നു. അപ്പോൾ നമ്മൾ മാക്സിമം നമ്മുടെ ലഗേജൊക്കെ സൂക്ഷിക്കാൻ ശ്രമിക്കുക കേട്ടോ. എനിക്ക് ഇങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ട്. പലർക്കും ഇങ്ങനെ പല എക്സ്പീരിയൻസ് ഉണ്ടായിട്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് റിസർവ്ഡ് കോച്ചിൽ പോലും അപ്പോൾ എല്ലാവരും മാക്സിമം ഓരോ ലഗേജൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് സൂക്ഷിക്കുക കേട്ടോ. മുംബൈ LTT നിന്ന് എറണാകുളം ജംഗ്ഷനിലേക്ക് ദുരന്ത എക്സ്പ്രസ് ആണ് കേട്ടോ. പ്ലാറ്റ്ഫോമിലേക്ക് ഓൺ ടൈം അടിച്ച് കയറാണ്. എനിക്ക് എറണാകുളം തൃശ്ശൂർ റൂട്ടിൽ സ്റ്റോപ്പൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് പുറപ്പെട്ടപ്പോൾ എറണാകുളം ടൗണ് എടപ്പള്ളിയൊക്കെ സ്റ്റോപ്പുണ്ട്. വേണ്ടി 4 എക്സ്പ്രസ് ആണ്. എടപ്പള്ളിയൊക്കെ ഉണ്ടെങ്കിൽ സ്റ്റോപ്പുണ്ട്.
പിന്നെ ഈ വണ്ടിക്ക് ലോക്കർ റിവേഴ്സലുണ്ട്. തിരുച്ചിറപ്പള്ളി ജംഗ്ഷനിൽ നിന്ന് വണ്ടിക്ക് ലോക്കർ റിവേഴ്സലുണ്ട്. അപ്പോൾ അങ്ങനെ ഇത് കേരളത്തിൻ്റെ ഡയറക്റ്റ് ഞങ്ങൾക്ക് വേളാങ്കണ്ണിക്ക് പോകാൻ പറ്റിയൊരു വണ്ടിയാണ്. ഡയറക്റ്റ് ഒന്നുമല്ല, നമുക്ക് ഈ വണ്ടിക്ക് പോയി കഴിഞ്ഞാൽ നാഗപട്ടണം ഇറങ്ങാൻ പറ്റും. ഇപ്പോൾ എറണാകുളത്ത് നിന്ന് അല്ലാണ്ട് തന്നെ വേളാങ്കണ്ണിക്ക് ഡയറക്റ്റ് ഒരു വണ്ടിയാണ്. അത് 1 മണിക്ക് പുറപ്പെട്ട് കൊല്ലം ചെങ്കോട്ട വഴി പോകുന്ന വണ്ടിയാണ്. ഇത് നമുക്ക് പോകാം. ഇപ്പോൾ എറണാകുളത്ത് നിന്ന് 2 വണ്ടിയാണ് നമുക്ക് വേളാങ്കണ്ണിക്ക് പോകാനായിട്ട്. വേളാങ്കണ്ണിക്ക് തഞ്ചാവൂർ പിന്നെ നാഗൂർ ദർഗ എന്നുള്ള ദർഗയുണ്ട്, അങ്ങോട്ടൊക്കെ പോകാൻ ചൂസ് ചെയ്യാൻ പറ്റിയൊരു വണ്ടിയാണ്. പിന്നെ കാരേക്കൽ ആ ഭാഗത്തേക്ക് പോകാൻ പറ്റിയൊരു വണ്ടിയാണിത്. നമ്മുടെ വണ്ടിക്ക് 2 ലോക്ക് വന്നിട്ടുണ്ടല്ലോ. ഇപ്പോൾ WAP4 വന്നിട്ടുണ്ട്, WAP7 വന്നിട്ടുണ്ട്. ഈ WAP7 വാരണാസി ഷെഡിൻ്റെ ഉണ്ട് 37,231. പിന്നെ നമ്മുടെ WAP4 22,599 ഈറോഡ് ഷെഡിൻ്റെ 2 ലോക്കോസ് ഉണ്ട് കേട്ടോ. നമ്മളീ പോകുന്ന വണ്ടി എറണാകുളം കാരേക്കൽ എക്സ്പ്രസ്സിന് ടീ ഗാർഡൻ എക്സ്പ്രസ് എന്ന പേര് പറയാൻ മറ്റൊരു കാരണമുണ്ട്. കാരണം പണ്ട് ഇത് തേയില കൊണ്ടുപോയിക്കൊണ്ടിരുന്ന സർവീസാണ്. മേട്ടുപ്പാളയ ഊട്ടി ഭാഗത്ത് നിന്ന് തഞ്ചാവൂർ ട്രിച്ചി ഭാഗത്തേക്കൊക്കെ തേയില കൊണ്ടുപോയിക്കൊണ്ടിരുന്ന സർവീസായിരുന്നു. ബ്രിട്ടീഷ് തുടങ്ങിയ വണ്ടിയാണ്. ഇത് നല്ല പഴക്കമുണ്ട് ഈ സർവീസിന്. അപ്പോൾ അങ്ങനെയാണ് ഈ വണ്ടിക്ക് ടീ ഗാർഡൻ എക്സ്പ്രസ് എന്നുള്ള പേര് വന്നത് കേട്ടോ. നമ്മുടെ തിരുവനന്തപുരം ഗുരുവായൂർ ഇൻ്റർസിറ്റി പ്ലാറ്റ്ഫോം 1 നിന്ന് ഇങ്ങനെ പുറപ്പെടുകയാണ് കേട്ടോ. നമ്മൾ ആ വണ്ടിയിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. തുറവൂർ തിരുവനന്തപുരം വരെ ട്രാവൽ ചെയ്ത് LHP കോച്ചായ സമയത്ത്. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ. നമ്മുടെ കോച്ചിനകത്ത് അങ്ങനെ കറണ്ട് വന്നു. കോച്ച് അത്യാവശ്യം വെൽ മെയിൻറ്റൈൻഡ് കോച്ചാണ് കേട്ടോ. അപ്പോൾ എൻ്റെ സീറ്റ് ഇവിടെയാണുള്ളത്. സൈഡ് സീറ്റ് തന്നെ പിടിച്ചു. ഞാൻ പറഞ്ഞു അത്യാവശ്യം മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള കോച്ചാണ്. ഫാനുമൊന്നും പൊടിയൊന്നുമില്ല. അത്യാവശ്യം നല്ല മെയിൻ്റനൻസ് ഉള്ള കോച്ചാണത്. എന്താ പറയുക, നല്ല മെയിൻറ്റൈൻഡ് കോച്ചാണ്. നല്ല വൃത്തിയുണ്ട് അകത്തൊക്കെ. 9 ആയപ്പോഴത്തേക്കും നമ്മൾ ദുരന്തോ എക്സ്പ്രസ് പുറപ്പെട്ടിരിക്കുകയാണ്. എറണാകുളത്ത് നിന്ന് മുംബൈയിലേക്ക് തിരിച്ചു പോവാണ് വണ്ടി. സമയം 10:20, 5 മിനിറ്റ് കൂടെയാണ് നമ്മുടെ വണ്ടി പുറപ്പെടാനായിട്ട്. ലോക്കോ പ്ലേറ്റ് നീട്ടിയൊരു ഹോൺ അടിച്ച് നമ്മുടെ എറണാകുളം കാരേക്കൽ എക്സ്പ്രസ് ഇവിടെ നിന്ന് ഇങ്ങനെ പുറപ്പെട്ടിരിക്കുകയാണ്. സമയം കറക്റ്റ് 10:25, ഓൺ ടൈമിൽ തന്നെ വണ്ടി പുറപ്പെട്ടിരിക്കുകയാണ്. എറണാകുളം KSRTC ബസ് സ്റ്റാൻഡാണ് കേട്ടോ. ഇവിടെ ഡെവലപ്മെൻറ്റ് വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളി ബസ് സ്റ്റാൻഡാണ്. പക്ഷേ ഇവിടെ വെള്ളമുണ്ട് കേട്ടോ. മഴ പെയ്ത് പോയേ ഉള്ളൂ. ഇപ്പോഴും വെള്ളക്കെട്ടുണ്ട്. അതൊക്കെ പരിഹരിക്കുമായിരിക്കും. അത് പണിത് വരുമ്പോഴത്തേക്കും അതൊക്കെ പൂർണ്ണമായിട്ടും പരിഹരിക്കും. എറണാകുളം ടൗൺ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കണം. നമ്മുടെ വണ്ടിയുടെ ഫസ്റ്റ് സ്റ്റോപ്പ് കൂടെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വെച്ച് നമ്മളൊരു വണ്ടി ഓവർടേക്ക് ചെയ്യും. ഇപ്പോൾ പ്ലാറ്റ്ഫോം 1 വണ്ടി വന്നത്. തിരുവനന്തപുരം ചെന്നൈ ഒരു AC സൂപ്പർ ഫാസ്റ്റ് വണ്ടിയാണ്. ആ വണ്ടിയാണ് നമ്മൾ ഓവർടേക്ക് ചെയ്യാൻ പോകുന്നത്. അത് എറണാകുളം ജംഗ്ഷനിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. ഇവിടുന്ന് അത്യാവശ്യം ആൾക്കാർ കയറിയിട്ട് ഇപ്പോൾ വണ്ടി സിറ്റിംഗ് സീറ്റൊക്കെ ഫുള്ളായി. ഒറ്റ സീറ്റ് പോലും ഇല്ല കേട്ടോ. ആഴ്ചകളിൽ 2 ദിവസമുള്ളൊരു വണ്ടിയാണ് കേട്ടത്. ഞായറാഴ്ചയും ബുധനാഴ്ചയും ഭയങ്കര ഡിമാൻഡുള്ളൊരു AC സൂപ്പർ ഫാസ്റ്റ് വണ്ടിയാണത്. ടിക്കറ്റ് റേറ്റൊക്കെ ഭയങ്കര റേറ്റാണ്. നോർമൽ ടിക്കറ്റ് റേറ്റ് അങ്ങനെയൊക്കെ റേറ്റ് കൂടുതലാണ്. ആ വണ്ടിയുടെ ഓവർടേക്ക് കിട്ടിയാൽ 10 മിനിറ്റ് ഇവിടെ പിടിച്ചിട്ടു. അങ്ങനെ എറണാകുളം ടൗണിൽ നിന്ന് നമ്മൾ പുറപ്പെട്ടിരിക്കുകയാണ്. 10 മിനിറ്റ് വൈകി നമ്മൾ പുറപ്പെടുന്നത്. ആ ഭാഗത്തുനിന്ന് ആരുമില്ല കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത സ്റ്റോപ്പുള്ളത് എടപ്പള്ളിയിലാണ്. എടപ്പള്ളിയിലേക്ക് വണ്ടിക്ക് സ്റ്റോപ്പുണ്ട് കേട്ടോ. എറണാകുളം തൃശ്ശൂർ സ്ട്രെച്ചിൽ അത്യാവശ്യം സ്റ്റോപ്പൊക്കെ ഉണ്ട് കേട്ടോ ഈ വണ്ടിക്ക്. അങ്ങനെ എടപ്പള്ളി എത്തിയിരിക്കുകയാണ് നമ്മൾ. സമയം ഏകദേശം 11 മണി കഴിഞ്ഞു. വണ്ടി കുറച്ച് ഡിലേ ആയി. ഇപ്പോൾ എടപ്പള്ളി എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഈ വണ്ടിക്ക് എടപ്പള്ളി സ്റ്റോപ്പുണ്ട്. അതുപോലെ അമൃത എക്സ്പ്രസ്സിന് എടപ്പള്ളി സ്റ്റോപ്പുണ്ട് കേട്ടോ. രാമേശ്വരം പോകുന്ന വണ്ടിക്കുള്ള സ്റ്റോപ്പുണ്ട്. ചില എക്സ്പ്രസ് ട്രെയിൻസിനൊക്കെ സ്റ്റോപ്പുണ്ട്. ചെറിയൊരു സ്റ്റേഷനാണ് കേട്ടോ എടപ്പള്ളി. നമ്മളങ്ങനെ കളമശ്ശേരി സ്റ്റേഷൻ നല്ല സ്പീഡിൽ സ്കിപ്പ് ചെയ്ത് പോകാം കേട്ടോ. ആലുവ എത്താറായിട്ടുണ്ട്. ഒരു 10 മിനിറ്റിൽ നമ്മൾ ആലുവ എത്തും. നമ്മളങ്ങനെ 15 മിനിറ്റ് വൈകിയോടെ ആലുവ എത്തിയിരിക്കുകയാണ്. ആലുവയിൽ നല്ല തിരക്കാണ്. മിക്കവാറും ആലുവ നമ്മുടെ വണ്ടി ഫുള്ളാവും. ജനറലൊക്കെ നല്ല ആൾക്കാർ കയറും ഉറപ്പാണ്. അതൊക്കെ നല്ല തിരക്കാണ് അവിടെ. അയ്യോ
മൂന്നാമത്തെ പ്ലാറ്റ്ഫോമാണ് കേട്ടോ അത്. തിരക്ക് നോക്കി ഞങ്ങൾ ഒരു മിനിറ്റത്തെ സ്റ്റോപ്പിന് ശേഷം ആലുവയിൽ നിന്നും വണ്ടി എടുത്തു. ഇനിയിപ്പോൾ അടുത്ത സ്റ്റോപ്പ് വരുന്നത് അങ്കമാലിയാണ് കേട്ടോ. അങ്കമാലി, ചാലക്കുടി, ഇരിങ്ങാലക്കുടിയൊക്കെ സ്റ്റോപ്പുണ്ട് വണ്ടിക്ക്. ഇപ്പോൾ വണ്ടിയിൽ ഞാൻ പറഞ്ഞ സിറ്റിംഗ് സീറ്റൊക്കെ ഫുള്ളായി, കുറച്ച് വണ്ടി ഫുള്ളായി വരുന്നുണ്ട്. ബാക്കിലത്തെ ചെറുക്കിലോട്ടോ ആൾക്കാർ കൂടുതൽ കയറിയ. ഇപ്പോൾ ആലുവ പുഴയാണ്, രാത്രി ഉണ്ടെന്ന് കാണാൻ വയ്യ. ഓക്കെ, അവിടെ വർക്ക് കാണുന്നുണ്ട് കേട്ടോ. കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് കാണുന്നത്. എന്താ ലൈറ്റിംഗ് നോക്കിയേ, രാത്രി ഭയങ്കര ഭംഗിയായിട്ട് ട്രെയിനിൽ പോകത്ത് റൂട്ട് കാണാനായിട്ട്. പാരലായിട്ട് റോഡുണ്ട്, അത്യാവശ്യം ആൾക്കാരുണ്ട് കേട്ടോ റോഡിൽ. അവിടെ നൈറ്റ് ലൈഫ് പതിവായിട്ടുള്ള സ്ഥലമാണ് ഇവിടെ. അവിടെ ഇന്ത്യയുടെ വിമാനം കിടപ്പുണ്ട്, എയർ ഇന്ത്യയുടെ വിമാനം കിടപ്പുണ്ട് കേട്ടോ. ഓക്കെ, ആ ഭംഗിയൊക്കെ ഞങ്ങൾ അവിടെ മൊത്തം സോളാർ പാനലാണ് കാണുന്നത്. കാർ നമുക്ക് പാരലായിട്ട് പോകും, എർട്ടിക നമുക്ക് പാരലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എർട്ടിക നമ്മൾ തമ്മിൽ പാരലൽ പ്രാണികളാണ്. എന്ത് ഭംഗിയാ നോക്കി. നെടുമ്പാശ്ശേരിയിൽ റെയിൽവേ സ്റ്റേഷൻ വരാൻ പോകുന്ന റെയിൽവേ അപ്രൂവലൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ എൻ്റെ വർക്കൊന്നും ഇട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല കേട്ടോ. സമയം 11:28. നമ്മളിപ്പോൾ അങ്കമാലി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പുറത്തെ പ്ലാറ്റ്ഫോം നോക്കി കാലി കേട്ടോ, ആരുമില്ല ആ ഭാഗത്തുനിന്ന്. സമയം 11:47. ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മുടെ വണ്ടി എത്തിച്ചേർന്നിരിക്കുകയാണ് കേട്ടോ. ഇവിടെ എത്തിയപ്പോഴത്തേക്കും ഏകദേശം ഒരു 14 മിനിറ്റ് പിന്നെ ഡിലേ ആയി. അപ്പോൾ ആ ഭാഗത്തൊക്കെ കുറച്ച് ആൾക്കാർ കിട്ടുന്നു കേട്ടോ. നമ്മൾ ഇരിങ്ങാലക്കുട എത്തിയപ്പോഴേക്കും അപ്പുറത്തേക്ക് നമ്മൾ ഗുരുവായൂർ ചെന്നൈ എക്സ്പ്രസ് കൊണ്ടാണ് പോകുന്നത്. കറങ്ങി അടിച്ച് പോകുന്നൊരു വണ്ടിയാണ് ചെന്നൈക്ക്. ഇപ്പോൾ നമ്മളിങ്ങനെ നെല്ലായി സ്റ്റേഷൻ നല്ല സ്പീഡിൽ സ്കിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ സ്റ്റേഷൻ്റെ പേര് കേൾക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഒരു സിനിമ പേരാണ്, പാസഞ്ചർ എന്ന് പറയും. ശ്രീനിവാസൻ്റെ ഒരു സിനിമയാണ്. ശ്രീനിവാസനും ദിലീപൊക്കെ അഭിനയിച്ച ഒരു ത്രില്ലർ മൂവിയാണ് കേട്ടോ അത്. സമയം 12:33. തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മുടെ വണ്ടി എത്തിച്ചേർന്നിരിക്കുകയാണ്. കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലാട്ടോ വന്നിരിക്കുന്നത്. ഇവിടെ അപ്പുറത്ത് നല്ല തിരക്കാണ്. അവിടെ ഇപ്പോൾ ഇതൊക്കെ വണ്ടി വരാനുണ്ട്, അതിൻ്റെ തിരക്കാണ് കാണുന്നത്. ഇവിടെ 3 മിനിറ്റ് ഉണ്ടായിരുന്നു വണ്ടിക്ക് സ്റ്റോപ്പ്. തൃശ്ശൂരിൽ നിന്ന് നമ്മൾ പുറപ്പെട്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ വടക്കാഞ്ചേരി സ്റ്റേഷൻ സ്കിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല വളഞ്ഞിട്ടാണ് സ്റ്റേഷനുള്ളത്. അത് 2 ലോക്കായി നമുക്കിവിടെ കാണാം. നമുക്ക് അതിനെ ജസ്റ്റ് നല്ലൊരു എന്താ പറയുക സീനിക്കായിട്ടുള്ള സ്റ്റേഷനാണ്. രാവിലെ റൂട്ടിൽ പുറത്ത് മനസ്സിലാവും. ഞാൻ കോഴിക്കോട് ജനശതാബ്ദിയിലൊക്കെ പോയപ്പോൾ നമ്മളത് കണ്ടതാണത്. അപ്പോൾ അത്യാവശ്യം വലിയൊരു സ്റ്റേഷനാണ്. പക്ഷേ ഈ വണ്ടിക്ക് കൂടെ സ്റ്റോപ്പില്ല കേട്ടോ. നമ്മളങ്ങനെ പാലക്കാട് ഡിവിഷനിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കണം. ഭാരതപ്പുഴ എപ്പോൾ എത്തും, രാത്രിയാണെന്ന് പ്രത്യേകിച്ചൊന്നും കേട്ടോ. ഭാരതപ്പുഴ നമ്മളിങ്ങനെ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞാണ് കേട്ടോ. അപ്പോൾ മറ്റേ ഷൊർണൂർ മംഗലാപുരം ലൈൻ വരുന്നത്. നമ്മളിവിടുന്ന് റൈറ്റ് തിരിഞ്ഞാണ് പോകുന്നത് പാലക്കാട് ഭാഗത്തേക്ക്. നമ്മളങ്ങനെ ഒറ്റപ്പാലം സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പുറത്തെ പ്ലാറ്റ്ഫോമിലൊന്നും ആരുമില്ല. ഇപ്പോൾ സമയം പാതിരാത്രിയാണെന്ന് ആലോചിച്ച് നോക്കണേ. ഒറ്റപ്പാലം സ്റ്റേഷൻ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. നേരത്തെ റെയിൽവേയുടെ ഒരു സർവേ വന്നായിരുന്നു, ഇന്ത്യയിലെ ഏറ്റവും ഒരു വൃത്തിയായിട്ടൊരു സ്റ്റേഷൻ ഒറ്റപ്പാലം എന്നുള്ളത്. അതൊക്കെ വെറുതെ ആട്ടോ, അവിടെ വിവരമില്ലാത്തൊരു പറഞ്ഞതാണ്. ഒറ്റപ്പാലം സ്റ്റേഷൻ വന്നവർക്ക് അറിയാം, നല്ല വൃത്തിയുള്ള സ്റ്റേഷനാണ് ഒറ്റപ്പാലം. നമ്മളങ്ങനെ പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇത് എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോൾ ഈ വരുന്ന വണ്ടി നമ്മുടെ മൈസൂർ തിരുവനന്തപുരം നോർത്താണ്, ആയ വണ്ടിയാണത്. അപ്പോൾ ഇന്നലെ നമ്മൾ തിരുവനന്തപുരം നോർത്ത് മൈസൂരും കണ്ടു, ഇന്നിപ്പോൾ മൈസൂർ തിരുവനന്തപുരം നോർത്ത് എക്സ്പ്രസ്സും കണ്ടു കേട്ടോ.
അങ്ങനെ പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നമ്മുടെ വണ്ടി പുറപ്പെട്ടിരിക്കുകയാണ് കേട്ടോ. സമയം ഇപ്പോൾ കറക്റ്റ് 2 മണിയായി. വണ്ടിയുടെ എത്തിയത് ഒരു 16 മിനിറ്റ് ഡിലേ ആയിട്ടാണ് വണ്ടിയുടെ എത്തിയത്. പുറപ്പെടുന്നതും സെയിം തന്നെ ഡിലേ തന്നെ കേട്ടോ. ഇനി നമ്മൾ പോകാൻ പോകുന്നത് കഞ്ചിക്കോട് വാളയാർ ഭാഗത്തേക്കാണ് പോകാൻ പോകുന്നത്. രാത്രിയാണെന്ന് കാഴ്ചകളൊന്നും കാണാൻ പറ്റില്ല. പക്ഷെ നമ്മളത് ബാംഗ്ലൂർ ഇൻ്റർസിറ്റി ഇപ്പോൾ കണ്ടാലേ നമ്മളെ സീനിക്കായിട്ടുള്ള റൂട്ടാണ് കേട്ടോ. അത് കാണിച്ചു തരാം. മാച്ച് ഇതൊക്കെ പറ്റുന്നവരെ ഷൂട്ട് ചെയ്യാൻ നോക്കാം. ഈ റൂട്ടിൽ അത്യാവശ്യം ട്രെയിനുകൾ രാത്രി പയ്യെ പോകത്തുള്ളൂ. കാരണം ട്രാക്കിൽ ഭാഗത്തൊക്കെ ആന ഇറങ്ങി നിൽക്കുന്നത് പതിവായിട്ടുള്ള സംഭവമാണ്. ആന ഇടിക്കുന്ന സംഭവം കൂടെ പതിവായിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ലോക്കോ പൈലറ്റ് പയ്യാണ് വണ്ടിയിൽ കൊണ്ടുപോകുന്നത് മുന്നോട്ടേക്ക്. നമ്മൾ കേരളത്തിലെ അവസാന സ്റ്റേഷനായ വാളയാർ നമ്മളിത് സ്കിപ്പ് ചെയ്യാൻ പോവുകയാണ്. സ്റ്റേഷനെത്തി. അല്ല, വൈകിയാണ് വണ്ടി പോകുന്നത്. വാളയാർ സ്റ്റേഷനാണ് കേട്ടോ. ഇത് നല്ല സീനിക്കായിട്ടുള്ള റെയിൽവേ സ്റ്റേഷനാണ്. അപ്പോൾ അടുത്ത സ്റ്റോപ്പ് വരുന്ന കോയമ്പത്തൂരാണ്. പാലക്കാട് വണ്ടിക്ക് സ്റ്റോപ്പുള്ളത് കോയമ്പത്തൂരാണ്. നമ്മളിപ്പോൾ പോതന്നൂർ സ്റ്റേഷൻ പയ്യെ ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് പോവുകയാണ്. ഈ വണ്ടിക്ക് പോതന്നൂരൊന്നും സ്റ്റോപ്പില്ല. ഡയറക്റ്റ് കോയമ്പത്തൂരാട്ടോ സ്റ്റോപ്പുള്ള. സമയം 3:15. കോയമ്പത്തൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു അടിപൊളി ലോക്കോ കിടപ്പുണ്ട്. WP7 റോയൽ ഷെഡിൻ്റെ ആയിരിക്കും. നോക്കാം കേട്ടോ. ഈറോഡ് ഷെഡിൻ്റെയാണ്. ഈറോഡ് ഷെഡിൻ്റെ 37-447 നമ്പർ. നമ്മളിപ്പോൾ 3ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ യശ്വന്തൂർ കണ്ണൂർ എക്സ്പ്രസ് വരാനുണ്ട്. അതിൻ്റെ തിരക്ക് അപ്പുറത്തെ ഭാഗത്ത് ഉണ്ട് കാര്യം. ഇപ്പോൾ നോക്കി WH9 WP7 കൂടെ കിടപ്പുണ്ട് ലോക്കോ. ഇവിടുത്തെ വലിഞ്ഞും കയറുന്നുണ്ട്. എവിടുന്ന് വന്നോ അതുപോലൊക്കെ. അതൊക്കെ ആരാണ് എവിടുന്ന് വലിഞ്ഞു വരുമല്ലാത്ത. യശ്വന്തൂർ കണ്ണൂർ എക്സ്പ്രസും വന്നിരിക്കുകയാണ് കേട്ടോ. അവിടെ പ്ലാറ്റ്ഫോം 1 AC ആണ് കാണുന്നത് വണ്ടിയുടെ. അങ്ങനെ 5 മിനിറ്റത്തെ സ്റ്റോപ്പിന് ശേഷം നമ്മൾ കോയമ്പത്തൂരിൽ നിന്നും പുറപ്പെട്ടിരിക്കുകയാണ്. ഇത് WH9 WP4 ആണ്. രാത്രി ഇട്ടാണ്ട് വരെയൊക്കെ അത് കണ്ടില്ല. അപ്പോൾ കോയമ്പത്തൂരിൽ നിന്ന് നമ്മളിങ്ങനെ പുറപ്പെട്ടിരിക്കുകയാണ് കേട്ടോ. നമ്മളിപ്പോൾ കോയമ്പത്തൂർ നോർത്ത് സ്റ്റേഷൻ സ്കിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പയ്യാണ് സ്കിപ്പ് ചെയ്ത് പോകുന്നത്. ഇവിടെ നീ വണ്ടിക്ക് സ്റ്റോപ്പില്ല കേട്ടോ. ഇത് ഒരു എന്താ പറയുക, ഒരു സെക്കൻഡറി സ്റ്റേഷനാണ്. പ്രൈമറി സ്റ്റേഷനാണ് കോയമ്പത്തൂർ ജംഗ്ഷൻ വരുന്നത്. ഇത് കോയമ്പത്തൂരോട് ചേർന്ന് വരുന്ന സ്റ്റേഷൻ തന്നെയാണ്. അത് അത്ര ഇമ്പോർട്ടൻറ്റ് സ്റ്റേഷൻ അല്ല ആരും. സമയം 4:08. തിരുപ്പൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മുടെ വണ്ടി എത്തിച്ചേർന്നിരിക്കുകയാണ്. പ്ലാറ്റ്ഫോം 1 നമ്മൾ വണ്ടി എത്തിയത്. അപ്പുറത്തെ ഭാഗത്തൊന്നും ആരും കാണാനില്ല. ഈ സമയത്തൊന്നും വണ്ടി ഇല്ലെന്ന് തോന്നുന്നു ഈ ഭാഗത്തേക്ക്. തിരുപ്പൂർ സ്റ്റോപ്പുള്ള വണ്ടിയൊന്നും ഈ ഭാഗത്തേക്ക് ഇല്ലെന്ന് തോന്നുന്നു ഈ സമയത്തിട്ടോ. നമ്മൾ ഈറോഡ് ജംഗ്ഷൻ സ്റ്റേഷനിലേക്ക് നമ്മളിത് എത്താൻ പോവുകയാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ പിറ്റ് ലൈൻ കണ്ടു കേട്ടോ. മെയിൻ്റനൻസ് ട്രെയിനൊക്കെ മെയിൻ്റെനൻസ് ചെയ്ത പിറ്റ് ലൈനാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെ ഈറോഡ് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മളിത് ഇങ്ങനെ എത്തിച്ചേർന്നിരിക്കുകയാണ്. സമയം ഇപ്പോൾ 4:50. ഓൺ ടൈമിനാണ് വണ്ടി എത്തിയത്. പ്ലാറ്റ്ഫോം നമ്പർ 2 നമ്മൾ വണ്ടി എത്തിച്ചേർന്നത്. അവിടെ ഏതൊക്കെയാണ് വണ്ടിയുടെ റേക്ക് കിടപ്പുണ്ട്. ഇവിടുന്ന് നമ്മുടെ വണ്ടിയിൽ കയറാൻ അത്യാവശ്യം ആളുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് കരൂർ ഭാഗത്തേക്കാട്ടോ പോവുക. ചെന്നൈ ഭാഗത്തും ബാംഗ്ലൂർ ഭാഗത്തും വേണ്ട വണ്ടിയൊക്കെ സേലം വഴി പോകണം. നമ്മൾ കരൂർ വഴി പോവാം. ഇപ്പോൾ കണ്ടിട്ടുണ്ട് അത്യാവശ്യം തിരക്കുണ്ട് വണ്ടിയിൽ കയറാനായിട്ട്.
ഇവിടെ സ്റ്റേഷൻ്റെ മറ്റേ പാലത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പില്ലറൊക്കെ സെറ്റ് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. വണ്ടി ഇവിടെ പിടിച്ചിട്ടൊരു 10 മിനിറ്റ് വണ്ടി ഇവിടെ നിർത്തിട്ട് പോയില്ല, എന്താണെന്നറിയില്ല. കുറേ നേരം പിന്നെ നമ്മുടെ വണ്ടി ഡിലേ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ഇപ്പോൾ ഓൺ ടൈം എത്തിയ വണ്ടിയാണ്. ഒന്ന് ആലോചിക്കുക, ഓൺ ടൈം എത്തിയ വണ്ടി പിടിച്ചിട്ട് എന്താണെന്ന് ആർക്കറിയാം. വണ്ടി ഇതുവരെയായിട്ടും വിട്ടിട്ടില്ല. ഇപ്പോൾ അരമണിക്കൂറായി, 1 മണിക്കൂറായി വണ്ടി ഇതുവരെയായിട്ടും പുറപ്പെട്ടിട്ടില്ല. ഒരു ഭയങ്കര എന്താ പറയുക, സ്ലോങ് കൺട്രോളിങ് ആണ് ഇവിടുത്തെ വണ്ടി. കുറേ നേരം ഇവിടെ പിടിച്ചിട്ട് എന്താണെന്ന് ആർക്കറിയാം. അങ്ങനെ പുറപ്പെട്ടു. എൻ്റെ പൊന്നോ, എന്തോരം നേരം ഇവിടെ പിടിച്ചിട്ട് ഒരു ആവശ്യമില്ലാണ്ട്. ഇപ്പം നമ്മളിവിടെ നിന്ന് റൈറ്റ് തിരിഞ്ഞാണ് കേട്ടോ പോകുന്നത്. കരൂർ ഭാഗത്തേക്ക് നമ്മൾ പോകുന്നത്. ലെഫ്റ്റ് തിരിഞ്ഞാണ് സേലം ഭാഗത്തേക്കും പോകേണ്ടത്. അയ്യോ, കുറേ നേരമാണ് വണ്ടി പിടിച്ചിട്ട്, ഭയങ്കര പോസ്റ്റായിപ്പോയി. പുഞ്ചല്ലൂർ എന്നൊരു സ്റ്റേഷൻ നമ്മളിങ്ങനെ പയ്യെ സ്കിപ്പ് ചെയ്ത് പോവുകയാണ്. ഇതൊരു ചെറിയൊരു സ്റ്റേഷനാണ് കേട്ടോ. അപ്പോൾ നേരെ ഇങ്ങനെ വെളുത്ത് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ കൊടുമുടി എന്ന് പറഞ്ഞ സ്റ്റേഷനുണ്ട്. സ്റ്റേഷൻ വണ്ടി പുറപ്പെട്ടിരിക്കുകയാണ്. വണ്ടിക്കൂടെ സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. അത്യാവശ്യം ആൾക്കാരോട് ഇറങ്ങുകയും ചെയ്തു. നമ്മളിപ്പോൾ പുക്കലൂർ എന്ന് പറഞ്ഞ സ്റ്റേഷൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വണ്ടിക്ക് 1 മിനിറ്റാണ് സ്റ്റോപ്പ് ഉള്ളത്. ഇതൊരു ചെറിയൊരു സ്റ്റേഷനാണ് കേട്ടോ. പെട്രോളിയം ബാങ്കറുകളാണ് ആ ഭാഗത്ത് കൂടുതൽ കാണുന്നത്. നമ്മൾ കരൂർ എത്താറായിട്ടുണ്ട്. അങ്ങനെ 6:56 സമയം കരൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മുടെ വണ്ടി എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് അത്യാവശ്യം രാവിലെ ഓഫീസ് ടൈമിനൊക്കെ പോകേണ്ട ആൾക്കാർ കയറാനുണ്ട്. ചെറിയ തിരക്കുണ്ട്, വലിയ തിരക്കില്ല, ചെറിയ തിരക്കുണ്ട്. അതൊരു സ്റ്റേഷനാണ്, മരക്കടി ജംഗ്ഷൻ സ്റ്റേഷനാണ്. ഇവിടെ നിന്ന് ട്രിച്ചിക്കൊക്കെ ലൈൻ തിരിയുന്നത്. അത്യാവശ്യം ആൾക്കാരുണ്ട് സ്റ്റേഷനിൽ നിന്ന് വണ്ടി കയറാനായിട്ട്. ഇവിടെ 5 മിനിറ്റാണ് വണ്ടിക്ക് സ്റ്റോപ്പ് ഉണ്ടായിരുന്നത്. അപ്പോൾ 5 മിനിറ്റ് ശേഷം കരൂരിൽ നിന്ന് വണ്ടി പുറപ്പെട്ടിരിക്കുകയാണ്. അമരാവതി എന്നാണ് ഈ റിവറിൻ്റെ പേര്. അത്യാവശ്യം വലിയൊരു നദിയാണത്, പക്ഷെ വെള്ളം കുറവാണ്. അപ്പോൾ നമ്മളിങ്ങനെ പാലം ക്രോസ് ചെയ്ത് നമ്മൾ ട്രിച്ചി ഡിവിഷനിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. ഇവിടെ കരൂർ ഭാഗത്ത് ഒരു ട്രിച്ചി ഔട്ടറിൽ ഒരു ഇതുണ്ട്, സിമെൻറ്റ് ഫാക്ടറി ഉണ്ട്, ഡാൽമിയ സിമെൻറ്റ്സിൻ്റെ.
ഞങ്ങൾ പണ്ടവിടെ ഐവിക്ക് വന്ന സമയത്ത് ഇവിടെ അകത്ത് കയറി കണ്ടതാണ്. ഭയങ്കര എക്സ്പീരിയൻസ് ആണത്. അപ്പോൾ ആ കാണുന്നതാണ് കേട്ടോ ഫാക്ടറി ആണോ, സിമെൻറ്റ് ഫാക്ടറി, ഡാൽമിയ സിമെൻസിൻ്റെ ഫാക്ടറി ആണ് കേട്ടോ അത്. ട്രെയിനിപ്പോൾ എല്ലാം ആലാപ്പേട്ട് എന്നൊരു ചെറിയൊരു സ്റ്റേഷനാണ് ഭാഗത്തുള്ള, സ്കിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല സ്പീഡിലോട്ട് സ്കിപ്പ് ചെയ്ത് നോക്കി. പക്ഷേ സ്റ്റേഷൻ നല്ല ഭംഗിയുള്ള സ്റ്റേഷനാണ്, ഈ മരങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം. അപ്പോൾ അടുത്ത നമ്മുടെ വണ്ടിയുടെ സ്റ്റോപ്പ് ഇടുന്ന കുളുത്തലയാട്ടോ. ആ ഭാഗത്ത് മൊത്തം വാഴക്കൃഷിയാണ് കേട്ടോ. ഇവിടെ നിന്ന് എന്ത് ഗ്രാമീണ ഭംഗിയാണെന്ന് നോക്കിയത്. നല്ല ഒരു നേരമ്പളത്തിൻ്റെ ഭംഗിയാണ് ഈ ഭാഗം കാണാനായിട്ട്. നമ്മളിങ്ങനെ കുളുത്തല സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഒരു ഗുഡ്സ് ട്രെയിൻ കിടപ്പുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു ക്രോസിംഗ് ഉണ്ട്, ഒരു വന്ദേ ഭാരത് ക്രോസ് ചെയ്ത് പോകും. ചെന്നൈ എന്ന് പറഞ്ഞ നാഗർകോവിൽ വന്ദേ ഭാരത് ക്രോസ് ചെയ്ത് പോകും. ഇപ്പം നമ്മളിങ്ങനെ തിരുച്ചിറപ്പള്ളി ഫോർട്ട് സ്റ്റേഷനിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇപ്പോൾ തിരുച്ചിറപ്പള്ളി ഫോർട്ട്, ഒരു ഫോർട്ടുണ്ട്, ഡയറക്റ്റ് ഇറങ്ങാൻ പറ്റും. ഇവിടെ സ്റ്റോപ്പുണ്ട് വണ്ടിക്ക്. ഇവിടെ അപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ ഹൈറ്റും കുറവുണ്ട്. അവിടെ ആടിനെയൊക്കെ ഇട്ടിട്ടുണ്ടോ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോമിൽ? ആടൊക്കെ ഇവിടെ താഴെ മൊത്തം വേസ്റ്റ് ആയിട്ടൊന്ന് നോക്കി. ഇതിനൊക്കെയാണ് സിവിക് സെൻസ് ഇല്ലായ്മ എന്നൊക്കെ പറയണം. വേസ്റ്റ് കഴിച്ചാൽ ഡസ്റ്റ്ബിൻ ഉണ്ട് ട്രെയിനിൻ്റെ വാഷ്റൂമിൻ്റെ ഭാഗത്ത്, അവിടെ കൊണ്ടിടുക. അതുമില്ല, ഒറ്റയേറെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ ട്രിച്ചി എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മളിങ്ങനെ തിരുച്ചിറപ്പള്ളി ജംഗ്ഷൻ അഥവാ ട്രിച്ചിയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. പ്ലാറ്റ്ഫോം 1 നമ്മൾ വണ്ടി എത്തിയത്. സമയം ഇപ്പോൾ 8:15, ഒരു 5 മിനിറ്റ് ഡിലേ ഉണ്ടായിരുന്നു. ഇപ്പോൾ തിരുച്ചിറപ്പള്ളി ജംഗ്ഷൻ വലിയൊരു റെയിൽവേ സ്റ്റേഷനാണ്. ഒരു ഡിവിഷനൊക്കെ ഉണ്ട്, ട്രിച്ചി ഡിവിഷൻ. ഇപ്പോൾ ഇവിടെ നമ്മുടെ വണ്ടിക്ക് ലോക്കൽ റിവേഴ്സാണുള്ളത്. ഇത്ര നേരം നമ്മുടെ വണ്ടിയുടെ മുമ്പിലായിരുന്നു. ലോക്കൽ റിവേഴ്സ് ചെയ്ത് നമ്മൾ പോകാത്ത വണ്ടിയുടെ ഏറ്റവും പുറകിലാണ് നമ്മൾ ചെല്ലാറുള്ളത്. ട്രിച്ചിയിൽ കുറേ പേര് ഇറങ്ങി. ഇപ്പോൾ ഇവിടുന്ന് അടുത്ത സെറ്റ് ആൾക്കാർ കയറുകയും ചെയ്യും. തഞ്ചാവൂരും നാഗൂറും കാരക്കൽ ഭാഗത്തൊക്കെ ഉള്ളത്. എനിക്കിപ്പോഴാണ് ഒരു സംഭവം കത്തിയത്. അതായത് നമ്മളിന്ന് വാരണാസിയുടെ WPC കണ്ടില്ലേ, അത് ഇങ്ങോട്ടേക്ക് ഒരു കൊണ്ടുവന്നതാണ്. കാരണം ഇവിടുന്ന് കന്യാകുമാരിക്ക് വണ്ടി പുറപ്പെടുന്നുണ്ട്. അതിലേക്ക് കൊണ്ടുപോയിട്ട് അവിടുന്ന് മറ്റേ കാശി തമിഴ് സംഘം സൂപ്പർ ഫാസ്റ്റ് ഉണ്ട്, അതിന് തിരിച്ച് കന്യാകുമാരി ബനാറസ് വന്ന വണ്ടിയാണ്. അപ്പോൾ അതിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ടാണ് ലോക്കൽ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. ഇവിടെ 25 മിനിറ്റ് വണ്ടി നിർത്തി. 8:36 വണ്ടി ഇവിടെ നിന്ന് പുറപ്പെട്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ പുറകിലത്തെ ഡയറക്ഷനിലേക്കാണ് പോകുന്നത്. ലോക്കൽ റിവേഴ്സ് ഉണ്ടായിരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഏറ്റവും പുറകിലാണ് നമ്മൾ ജനറലുള്ളത്.
ഇഷ്ടംപോലെ ലോക്കോ സർഫുണ്ട്. WAP7, WAP4 നോക്കി ഇഷ്ടംപോലെ ലോക്കോസ് ആ ഭാഗത്തുണ്ട്. നമ്മളങ്ങനെ ട്രിച്ചിയിൽ നിന്ന് ഇങ്ങനെ പുറപ്പെട്ടിരിക്കുകയാണ്. അടുത്തൊരു സ്റ്റോപ്പാണ് ബൂഡല്ലൂർ. ബൂഡല്ലൂർ എന്നൊരു സ്റ്റോപ്പുണ്ട്, അവിടെ തഞ്ചാവൂർ ജംഗ്ഷൻ വരുന്നത്. നമ്മളിപ്പോൾ പൊന്മാലയിൽ നിന്നൊരു ചെറിയൊരു സ്റ്റേഷനിൽ പയ്യെ സ്കിപ്പ് ചെയ്ത് പോവുകയാണ്. ഇതൊരു എന്താ പറയുക, ചെറിയൊരു ഹാൾട്ട് സ്റ്റേഷൻ, അല്ലെങ്കിൽ പാസഞ്ചർ മാത്രം നിർത്തുന്ന സ്റ്റേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. സ്റ്റേഷൻ അത്യാവശ്യം നല്ല സീനിക്കായിട്ടുള്ള കാഴ്ചകളുണ്ട്. ഓക്കെ, ചെറിയൊരു സ്റ്റേഷനാണ് കേട്ടോ. പയ്യാണ് സ്കിപ്പ് ചെയ്ത് പോകുന്നത് നമ്മളെ വണ്ടി. അവിടെ കുറച്ച് പേര് നിൽപ്പുണ്ട്. ടിക്കറ്റ് കൗണ്ടർ ഓക്കെ, ചെറിയൊരു കുഞ്ഞ് സ്റ്റേഷനാണ്. ഓക്കെ, ചെറിയൊരു ടിക്കറ്റ് കൗണ്ടർ, കുറച്ചൊരു പ്ലാറ്റ്ഫോം മാത്രമേ ഉള്ളൂ. ഈ ട്രിച്ചിയിൽ നിന്ന് വരുന്ന റൂട്ട് സത്യം സിംഗിൾ ലൈനാണ്. അവിടെ വർക്ക് നടക്കുന്നുണ്ട്, ഡബിൾ ലൈനിങ്ങിൻ്റെ. നമ്മളിപ്പോൾ തിരുവരുമ്പൂർ എന്നുള്ളൊരു സ്റ്റേഷൻ നല്ല സ്പീഡിൽ സ്കിപ്പ് ചെയ്ത് പോവുകയാണ്. ഇതും ചെറിയൊരു പാസഞ്ചർ നിർത്തുന്ന സ്റ്റേഷനാണ് കേട്ടോ. ഇത് ഈ റൂട്ട് ഇഷ്ടംപോലെ സ്റ്റേഷൻസ് വരുന്നത്, നല്ല അത്യാവശ്യം നല്ല ഭംഗിയുള്ള സ്റ്റേഷൻസ് ആയിരിക്കും. അടുത്ത വീടുകളൊക്കെ ഉണ്ടാവും, എന്തെങ്കിലും മരങ്ങളൊക്കെ ഉണ്ട് പ്ലാറ്റ്ഫോമിൽ. നോക്കി ചെറിയൊരു സ്റ്റേഷൻ. ഈ ഭാഗത്തും കൊണ്ട് നെൽകൃഷിയാണ്. ഇടയ്ക്ക് പിന്നെ പനയൊക്കെ കാണാം, നല്ല ഭംഗിയുള്ളത്. നമ്മളിപ്പോൾ ബൂഡല്ലൂർ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണല്ലോ. തഞ്ചാവൂർ ജംഗ്ഷന് മുമ്പുള്ള സ്റ്റേഷനാണത്, ബൂഡല്ലൂർ. ചെറിയൊരു സ്റ്റേഷനാണ്, പക്ഷേ അത് ഈ വണ്ടിക്കുള്ള സ്റ്റോപ്പുണ്ട്. നമ്മുടെ ഏറ്റവും പുറകിലാണല്ലോ ഉള്ളത്. ബൂഡല്ലൂർ വണ്ടിക്ക് ഒരു വിൻ്റെ സ്റ്റോപ്പ് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഏതൊക്കെ റേക്ക് കിടപ്പുണ്ട് വണ്ടിയുടെ, ഏതൊക്കെയാണെന്ന് അറിയില്ല. സമയം ഇപ്പോൾ 9:40. തഞ്ചാവൂർ ജംഗ്ഷൻ ഔട്ടറിൽ നമ്മൾ എത്തിയിരിക്കുകയാണ് കേട്ടോ. കാരണം തഞ്ചാവൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മുടെ വണ്ടി എത്തിച്ചേർന്നിരിക്കുകയാണ്. സമയം ഇപ്പോൾ 9:44 കേട്ടോ. വണ്ടി കുറച്ച് വൈകി. ഇവിടെ നാഗൂർ ഭാഗത്തേക്ക് കയറാണ്ട് നല്ല ആൾക്കാരുണ്ട്. നാഗൂർ കാരക്കൽ ഭാഗത്തേക്ക് അത്യാവശ്യം നല്ല തിരക്കുണ്ടോണം. അപ്പോൾ അങ്ങനെ എറണാകുളത്ത് നിന്ന് രാത്രി 10:25 കയറിയത്. ഇന്ന് രാവിലെ 9:45 ഇവിടെ എത്തുന്നത്.
വണ്ടി കുറച്ച് ലേറ്റായി പോയി, ഒരു 3/4 മണിക്കൂറിനടുത്ത് വണ്ടി ലേറ്റായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് വണ്ടി അടുത്ത സെറ്റ് ആൾക്കാർ കയറുന്നു നാഗൂർ ഭാഗത്തേക്കൊക്കെ. അപ്പോൾ ടീ ഗാർഡൻ എക്സ്പ്രസിൻ്റെ യാത്ര ഇഷ്ടപ്പെടുന്ന വിശ്വസിക്കുക, എറണാകുളം മുതൽ തഞ്ചാവൂർ ഉള്ള യാത്ര ഇഷ്ടപ്പെടുന്ന വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ നമ്മൾ തഞ്ചാവൂർ എക്സ്പ്ലോർ ചെയ്യാൻ പോകണം. നമുക്കറിയാം തഞ്ചാവൂരിലെ സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയണതന്നെ കുറച്ച് പേർക്കൊക്കെ അറിയാം. അപ്പോൾ അത് എക്സ്പ്ലോർ ചെയ്യാൻ പോകണം. അപ്പോൾ വണ്ടി ഇവിടെ വിടാൻ പോകണം കേട്ടോ, അതിൻ്റെ വിസിലാണ് അടിച്ചത്. അപ്പോൾ അടുത്ത വീഡിയോ ഒക്കെ തഞ്ചാവൂരത്തെ ബൃഹദേശ്വര ടെമ്പിൾ കുറച്ച് സ്പോട്ടുകളൊക്കെ പോകാനുണ്ട്. എറണാകുളം കാരയ്ക്കൽ എക്സ്പ്രസ് അങ്ങനെ തഞ്ചാവൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ പുറപ്പെടുകയാണ്. അപ്പോൾ അടുത്ത സ്റ്റോപ്പ് വരുന്നത് നെടുമംഗലം ജംഗ്ഷനാണ്. നെടുമംഗലം ജംഗ്ഷനിൽ തിരുവാവൂർ കഴിഞ്ഞ് നാഗപട്ടണം, വേളാങ്കണ്ണി പോകുന്നവർക്ക് അവിടെ ഇറങ്ങാം കേട്ടോ. അത് കഴിഞ്ഞ് നാഗൂർ, അത് കഴിഞ്ഞ് ലാസ്റ്റ് സ്റ്റോപ്പ് വരുന്നത് കാരയ്ക്കൽ. ഒരു 11:45 വണ്ടി കാരയ്ക്കൽ എത്തും കേട്ടോ. അതുകൊണ്ട് നമ്മൾ തഞ്ചാവൂർ ചെറുതായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന് ഫ്രഷപ്പൊക്കെ ആവണം. അപ്പോൾ ഞാൻ ഈ വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് തഞ്ചാവൂർ നമുക്ക് എന്താ പറയുക പറഞ്ഞ സ്പോട്ടുകളൊക്കെ എക്സ്പ്ലോർ ചെയ്യണം. അതാണ് അടുത്ത വീഡിയോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ മറ്റൊരു ദിവസം വരെ കാണുമ്പോഴേക്കും ഓക്കെ ദെൻ ബൈ.